നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുവാനും അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ പാറ പോലെ ഉറക്കുവാനും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാ അള്ളാഹ്, ഇത് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, അറിയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈമാൻ ഉറക്കും, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാം. അതുപോലെ തന്നെ ഈ ദുന്യാവിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായവും ഉണ്ടാവും. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങളെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ സംഭവം, ആ ചെറിയ സംഭവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടിയത് എന്തെന്നറിയോ? മലക്കുകളുടെ വലിയ ആശീർവാദമാണ്. മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് കിട്ടിയ മലക്കുകളുടെ ആശീർവാദം നമുക്കും നേടാം. ഈ ചെറിയ കാര്യം ചെയ്താൽ മതി. ഏതാണ് ആ ചെറിയ കാര്യം? വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. പല സഹോദരന്മാരും പറയാറുണ്ട്, ഉസ്താദെ, നിങ്ങളുടെ ക്ലാസ്സിൽ കേൾക്കുന്ന ഒരുപാട് ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ ഞങ്ങളൊരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അത് വലിയ സന്തോഷമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സഹോദരി നമ്മുടെ ഈ ക്ലാസ്സുകളിൽ പറയുന്ന ദിക്റും സ്വലാത്തൊക്കെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് വലിയൊരു അബദ്ധം സംഭവിക്കാനിരിക്കുന്നു, വലിയൊരു നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നു. ഡയറിയിൽ ഈ ദിക്റുകൾ എഴുതി വെക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഏതാണ് ആ കാര്യം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് രോഗികളായ ഹോസ്പിറ്റലിൽ കഴിയുന്നു, വീടുകളിൽ കഴിയുന്നു. പല സഹോദരിമാരുടെയും ശരീരത്തിൽ ചെറിയ തടിപ്പുകൾ കണ്ടിട്ട് അത് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. ഉസ്താദെ, പ്രത്യേകം ദ്വാരക്കണം, ഒരു വലിയ അസുഖമായിട്ട് അത് മാറരുത്, പ്രത്യേകം ദ്വാരക്കാൻ. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫാ നൽകട്ടെ, എല്ലാവിധ ഖൈറുകളും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യമാണ്. ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിലോ നമ്മൾ പരാജയപ്പെട്ടു. ഇൻഷാ അല്ലാഹ്, ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് നമുക്ക് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ചരിത്രം പറഞ്ഞുതരാം. വലിയ പണ്ഡിതനും വലിയ സൂഫിയുമായിരുന്ന ഒരാളാണ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ തൻ്റെ വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക്, ചന്തയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ചന്തയിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ ചെളിപ്രദേശമാണ്. അതിൽ ആ ചെളിയിൽ നജസുണ്ട്, നജസ് അല്ലാത്ത ഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെ ആ നജസിൻ്റെ ഭാഗത്ത് ഒരു പേപ്പർ കഷ്ണം കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം അത് എടുത്തിങ്ങനെ നോക്കുമ്പോൾ, ആ പേപ്പർ കഷ്ണത്തിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ ആയത്ത് അതിൽ എഴുതിയിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ പേരടങ്ങിയ വിശുദ്ധമായ ഖുർആനിക ഒരു ആയത്ത് അതിൽ കണ്ടു. ഉടൻ തന്നെ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു ചെളിയിൽ ഇങ്ങനെ പുതഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് സൂക്ഷ്മതയോടുകൂടി എടുത്തത്. അതിങ്ങനെ എടുത്തിട്ട് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു ഉറക്കെ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഉടൻ തന്നെ പറയുകയാണ് അൽഹംദുലില്ലാഹ് എന്ന്. അപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു? അസ്തഗ്ഫിറുല്ലാഹ് എന്ന്. രണ്ടാമത് പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഉടൻ തന്നെ മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ അത് എടുത്ത് ഒരു ശുദ്ധമായ വെള്ളം കുറച്ചെടുത്ത് അത് കഴുകി ശുദ്ധിയാക്കി, ആ പേപ്പർ കഷ്ണം ശുദ്ധിയാക്കി. എന്നിട്ട് പോകുന്ന വഴിക്ക് മാർക്കറ്റിൽ ഒരു അത്തർ വിൽക്കുന്ന കടയുണ്ട്, ഒരു സുഗന്ധം വിൽക്കുന്ന കട. ആ കടയിൽ ചെന്നിട്ട് കുറച്ച് ഏറ്റവും മുന്തിയ അത്തർ വാങ്ങിച്ച് ആ പേപ്പർ കഷ്ണത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പുരട്ടി. എന്നിട്ട് അത് മടക്കി തൻ്റെ കുപ്പായത്തിൻ്റെ കീശയിൽ വെച്ച്, എന്നിട്ട് മാർക്കറ്റിൽ പോയി വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് തിരികെ വീട്ടിൽ വന്ന് മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ വിശുദ്ധമായ ആയത്ത് എഴുതിയ പേപ്പർ അത് മുത്തം കൊടുത്ത്, അതിലൊരു ചുംബനം കൊടുത്ത്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പൊടി തട്ടാതെ, അല്ലെങ്കിൽ അത് നശിച്ചു പോവാതെ, വെള്ളം വീഴാതെ, കരിഞ്ഞു പോവാതെ ഒരു സ്ഥലത്ത് സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ തൻ്റെ ഉസ്താദാകുന്ന ആ നാട്ടിൽ അന്ന് ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്.
അങ്ങനെ ഇൽമു പഠിക്കാൻ വേണ്ടി അദ്ദേഹം ആ പണ്ഡിതൻ്റെ സദസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഉസ്താദ് പറഞ്ഞു, ബിശ്റുൽ ഹാഫി, നിങ്ങൾ വലിയ ഒരു നന്മ ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, ഞാൻ വലിയൊരു നന്മയും ചെയ്തില്ല, ഞാൻ സാധാരണ ചെയ്യുന്ന കാര്യമേ ചെയ്തിട്ടുള്ളൂ. അല്ല, നിങ്ങൾ എന്തോ ഒരു വലിയ കാര്യം, മറ്റാരും ചെയ്യാത്ത ഏതോ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെപ്പറ്റി മലക്കുകൾക്കിടയിൽ സംസാരമുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചു. ഉടൻ തന്നെ ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ ചെയ്ത ഒരു ചെറിയ കാര്യമാവാം മലക്കുകൾക്കിടയിൽ പോലും വലിയ ചർച്ചയാവാനുള്ള കാരണം ഞാൻ ചെയ്ത ചെറിയൊരു കാര്യമാണ്. അതായത് എന്നിട്ട് അദ്ദേഹം അത് വിവരിച്ചു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ വഴിയിലൂടെ പോയപ്പോൾ ഒരു വിശുദ്ധമായ ഖുർആനിൻ്റെ ചെറിയൊരു കഷ്ണം കണ്ടു. അതിൽ അള്ളാഹുവിൻ്റെ പേരുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അത് സൂക്ഷ്മതയോടുകൂടി എടുത്ത് അതൊന്ന് ശുദ്ധിയാക്കി നല്ല വെള്ളം കൊണ്ട് കഴുകി അത് അത്ര പൂശി ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടെ 2 ദിക്റുകൾ പറഞ്ഞത്? ആദ്യം പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, രണ്ടാമത് പറഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനുള്ള കാരണം, മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ ആ ഒരു പരിശുദ്ധമായ ഖുർആനിൻ്റെ വചനം എഴുതിയ ആ പേപ്പർ അദ്ദേഹം അത് കണ്ടിട്ട് കാണാത്ത രൂപത്തിൽ പോയിരുന്നെങ്കിൽ, അത് കണ്ടു എന്നിട്ട് അത് സാധാ പേപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ച് കാണാത്ത മട്ടിൽ പോയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് ശിക്ഷയുണ്ടാകുമായിരുന്നല്ലോ. അൽഹംദുലില്ലാഹ്, പടച്ചവനെ അതിൽ നിന്ന് എന്നെ കാത്തല്ലോ എന്ന് വിചാരിച്ച് ആണ് ഞാൻ എന്ത് പറഞ്ഞത്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. കാരണം ഇനി എനിക്ക് പകരം വേറെ ആരെങ്കിലുമാണ് അവിടെ വന്നതെങ്കിൽ, പരിശുദ്ധമായ ദീനിൻ്റെ ശത്രുക്കൾ ആരെങ്കിലുമാണ് വന്നതെങ്കിൽ അതൊരു ഖുർആൻ ആയത്താണ് അല്ലെങ്കിൽ ഖുർആൻ എഴുതിയ പേപ്പറാണെന്ന് കണ്ടാൽ അവർ മൈൻഡ് ചെയ്യാതെ പോകുമല്ലോ. പക്ഷേ എനിക്ക് അള്ളാഹു തആല അത് കാണിച്ചു തന്നു, അത് വിശുദ്ധമായൊരു ഖുർആനിൻ്റെ ഒരു കഷ്ണമാണെന്ന് എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നതുകൊണ്ട് എനിക്കതെടുത്ത് വൃത്തിയോടുകൂടി എടുത്ത് മാറ്റിവെക്കാൻ സാധിച്ചു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, എനിക്ക് ആ ഒരു സൗഭാഗ്യം കിട്ടിയതിനാൽ ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞതാണ്. പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറയാനുള്ള കാരണം ഈ ഒരു പേപ്പർ കഷ്ണം അതാരാണോ ഇവിടെ കൊണ്ടുവന്നിട്ടത്, ഒരുപക്ഷേ അത് ഒരാൾ മനഃപൂർവ്വം ഇട്ടതാവാം, അല്ലെങ്കിൽ അറിയാതെ അയാളുടെ കയ്യിൽ നിന്നും പോയതാവാം, അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറഞ്ഞതാണ് എന്ന് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബിശ്റുൽ ഹാഫി തങ്ങളുടെ ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അതായത് അള്ളാഹു തആല ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ മേൽ കടമയാണ്. ഇതാണ് നമ്മുടെ ജീവിതം വിജയിക്കാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തഅലീമു മാ അല്ലമല്ലാഹ്, അള്ളാഹു ആദരിച്ചതിനെ, അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അതെന്താണ്? നമ്മുടെ ഈമാൻ ഉറക്കാനും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാനും കാരണമാണ്. ഇപ്പോൾ അള്ളാഹു ആദരിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ അള്ളാഹു ആദരിച്ച ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, അവരെ നാം ആദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ, അവരാരാണ്? നമ്മുടെ ഗുരുനാഥന്മാരാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഇൽമായി പഠിപ്പിച്ചു തന്നവരാണ്. അവരെ ബഹുമാനിക്കലും ആദരിക്കലും നമ്മുടെ കടമയാണ്, കടപ്പാടാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ഖുർആനിനെ ആദരിക്കലും ബഹുമാനിക്കലും നിർബന്ധമാണ്. പക്ഷെ ഖുർആൻ ഓതൽ സുന്നത്താണ്. ഖുർആനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഒരാളുടെ നിർബന്ധ ബാധ്യതയാണ്. വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട്, അല്ലേ? ഒരുപാട് മര്യാദകൾ. പല ഉമ്മമാരും ചോദിച്ചു, ഉസ്താദെ കാല് വേദനയാണ്, അതുകൊണ്ട് ഈ ഖുർആൻ ഓതുമ്പോൾ കാല് നീട്ടി വെച്ചിട്ട് ഖുർആൻ ഓതാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാല് നീട്ടി വെച്ചിട്ട്, ഇപ്പോൾ കാല് വേദനയാണ്, കാലിന് ഇപ്പോൾ തേയ്മാനമാണ്, അല്ലെങ്കിൽ യൂറിക് ആസിഡാണ്, തൈറോയിഡാണ്, ഉസ്താദെ കാലിങ്ങനെ നീട്ടി വെച്ച് ഓതാൻ പറ്റൂ, കാലിങ്ങനെ മടക്കി വെച്ചാൽ നീരാകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ കാല് നീട്ടി ഖുർആൻ ഓതുമ്പോൾ ആ കാലിൽ എന്തെങ്കിലും നമ്മളൊരു പുതപ്പ് പോലെ എന്തെങ്കിലും ഇട്ടൊന്ന് മറയാക്കണം, കാല് എന്തെങ്കിലും ഇട്ടൊന്ന് മൂടണം, എന്നിട്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. പിന്നെ അതൊരു അദബാണ്. മാത്രമല്ല, നമ്മളിങ്ങനെ കാലിങ്ങനെ നീട്ടി വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ കാലിൻ്റെ ഭാഗത്ത്, ആ ഭാഗത്ത് ഖുർആൻ വരാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഏതായാലും വരൂലല്ലോ, മടിയിൽ വെച്ചല്ലേ ഖുർആൻ ഓതുക. പിന്നെ ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ ഖുർആൻ ഈ മടിയിൽ, നമ്മുടെ തൊടയുടെ ഭാഗത്ത് മടിയിൽ വെച്ച് ഓതാമോ? അങ്ങനെ ഓതുന്നത് കുഴപ്പമില്ല, പക്ഷെ അതൊരു അദബ് കേടാണ്. നമ്മൾ എന്ത് ചെയ്യുക? കയ്യിൽ വെച്ച് ഓതലാണ് നല്ലത്.
രണ്ട് കയ്യിലും വെച്ച് ഓതലാണ് നല്ലത്. തല മറക്കാതെ ഖുർആൻ ഓതാമോ എന്ന് ചോദിച്ചു. അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച വസ്തുവാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തല മറച്ചായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. അത് വലിയ ഖൈറാണ് നമുക്ക് കിട്ടുക. ഖുർആനോട് കാണിക്കുന്ന മര്യാദയാണ്. ഇങ്ങനെ ഒരുപാട് മര്യാദകളുണ്ട്. വിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് മുമ്പ് ആ ഖുർആൻ എടുത്തൊന്ന് മുത്തം കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞ് മടക്കിയിട്ട് നമ്മൾ വെക്കുന്ന സമയത്തും ഒന്ന് മുത്തം കൊടുക്കൽ സുന്നത്താണ്. അതൊക്കെ എന്താ വലിയ ഖുർആനോട് കാണിക്കുന്ന ഒരു ആദരവാണ്, ഒരു ബഹുമാനമാണ്. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും വലത് കൈ കൊണ്ട് വേണം എടുക്കാൻ. വലത് കൈ കൊണ്ട് വേണം എടുക്കാൻ. വെക്കുമ്പോഴും വലത് കൈ കൊണ്ട് വേണം വെക്കാൻ. അതൊക്കെ പ്രത്യേകം ഖുർആനോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ബാങ്ക് വിളി. ബാങ്ക് വിളിയും അത് അള്ളാഹു ആദരിച്ച ബഹുമാനം. അള്ളാഹിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ പരിശുദ്ധമായ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ അത് ആദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടത്. ഈ ബാങ്ക് വിളി ആദരിച്ചാൽ ബഹുമാനിച്ചാൽ നമുക്ക് എന്താണ്? നമ്മുടെ ഈമാൻ ഉറക്കുകയും നമുക്ക് അവസാനം കെലിമ പറഞ്ഞ് മരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ ചില ആളുകൾ ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നറിയാം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നറിയാം. ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ എന്ത് ചെയ്യും? പതുക്കെ സംസാരിക്കും. ബാങ്ക് വിളിക്കുന്നുണ്ട്, ഞാൻ പതുക്കെ സംസാരിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്, അല്ലാതെ പതുക്കെ സംസാരിക്കണമെന്നല്ല പറഞ്ഞത്. സംസാരിക്കാൻ പാടില്ലെന്നാണ്. അതെന്താണ്? ആ ബാങ്ക് വിളിയോട് കാണിക്കുന്ന അനാദരവാണ്. ആ അനാദരവുണ്ടായാൽ നാക്ക് പിടയും. എപ്പോൾ? നമ്മൾ മരിക്കുന്ന സമയത്ത് കെലിമ പറയാൻ പറ്റില്ല. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിപ്പോൾ ഫോണിൽ നമ്മൾ ഒരു അമുസ്ലിമായ ആളോട് സംസാരിക്കുകയാണെങ്കിൽ പറയണം, ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്ന് പറയണം. ഇപ്പോൾ എവിടെയെങ്കിലും കവലയിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, മറ്റു സമുദായത്തിൻ്റെ പരിപാടികൾ നടക്കുമ്പോൾ, നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ എത്രയോ ആളുകളാണ് അവരുടെ സംസാരം അവർ നിർത്തിയിട്ട് ആ 3-4 മിനിറ്റ് അവരവിടെ മിണ്ടാതെ നിൽക്കും. എന്ത്? ആ ബാങ്കിനെ ഒരു ആദരവോടെ ബഹുമാനത്തോടു കൂടി കണ്ടിട്ട്. അപ്പോൾ ആ മുസ്ലിമീങ്ങളായ ആളുകൾ പോലും അതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എങ്കിൽ മുസ്ലിമീങ്ങളായ നമുക്കെന്ത് ആദരിച്ചാൽ? അതുകൊണ്ട് നമുക്ക് നിർബന്ധ ബാധ്യതയാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുക. സംസാരിക്കാതിരുന്നാൽ എന്താണ്? വലിയ കൂലിയുണ്ട്. സംസാരിച്ചാൽ നമുക്ക് വരുന്നത് വലിയൊരു അദാബായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ആളുകളാണ് നമ്മുടെ ഉമ്മായും വാപ്പായും. അവർ മരണപ്പെട്ടു പോയവരാണെങ്കിലും അവരോടുള്ള ഹക്കിടപാടുകൾ തീർന്നിട്ടില്ല. അവർക്ക് വേണ്ടി ദ്വാരക്കുക, അവർക്ക് വേണ്ടി സ്വതകാ ചെയ്യുക. അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് അതൊക്കെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഉസ്താദുമാരോട്, അധ്യാപകരോട് വലിയ മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ അത് സ്കൂളിൽ പഠിപ്പിച്ചവരാവട്ടെ, മദ്രസയിൽ പഠിപ്പിച്ചവരാവട്ടെ, അവരോടൊക്കെ കടമയുണ്ട്, കടപ്പാടുണ്ട്. ഒരു സഹോദരൻ, അദ്ദേഹം വലിയൊരു ഉസ്താദായിരുന്നു. പിന്നെ അദ്ദേഹം ഈ ഉസ്താദ് ജോലിയൊക്കെ നിർത്തി അദ്ദേഹം ഗൾഫിൽ പോയി. ഒരുപാട് ജോലികൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് പച്ചപിടിക്കുന്നില്ല. ഒരുപാട് സ്വതക്കകൾ ചെയ്തു, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, ഒരുപാട് ഖുർആൻ ഓതി, നിസ്കരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും തടസ്സമാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്ത് ജോലി ചെയ്താലും അതൊരു ഖൈറ് കിട്ടുന്നില്ല, ബറക്കത്ത് കിട്ടുന്നില്ല, അതൊക്കെ വലിയ നഷ്ടത്തിലാണ്. ആ സമയത്ത് ഉസ്താദ് ചോദിച്ചു, നീ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. എൻ്റെ ഉമ്മയോട് എനിക്ക് പൊരുത്തമുണ്ട്, ഉമ്മാടെ പൊരുത്തമുണ്ട്, വാപ്പാടെ പൊരുത്തമുണ്ട്, ഭാര്യ മക്കളോടൊക്കെ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. അപ്പോൾ ആ ഉസ്താദ് ചോദിച്ചു, നീ ഉസ്താദുമാരോട് ആരെങ്കിലും? ഞാൻ ഒരു ഉസ്താദിനോടും പിണങ്ങിയിട്ടില്ല, എല്ലാവരോടും ഞാൻ സ്നേഹബന്ധമാണ്. അപ്പോൾ ആ ഉസ്താദ് വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ നിൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരോട് എന്തെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന്മാരോട് പിണങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ചെറുപ്രായത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ ചെറിയ പൊക്കം കുറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറെ ഞാൻ കുരുടി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഒരു തമാശക്ക്, ഒരു പരിഹാസ രൂപത്തിൽ ആ ടീച്ചറെ കേൾക്കാതെ കുരുടി ടീച്ചർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഇനി അതാണോ? അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, ഉടൻ തന്നെ ആ ടീച്ചറിൻ്റെ വീട് കണ്ടെത്തി നീ പോവണം, അവരോട് പൊരുത്തം ചോദിക്കണം. അങ്ങനെ ഈ സഹോദരൻ ആ ടീച്ചറിൻ്റെ വീട് കണ്ടെത്തി. അവിടെ ചെന്നപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ആ വീട്ടിലിരിപ്പുണ്ട്. അവിടെ ചെന്നു, ആ ടീച്ചറിൻ്റെ കൈക്ക് പിടിച്ചു, എന്നിട്ട് ഒരുപാട് ഹദിയകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, നിങ്ങൾ എന്നെ പഠിപ്പിച്ചവരാണ്, ഞാൻ എന്തെങ്കിലും അപമര്യാദയായി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ മോനെ ഓർക്കുന്നു പോലുമില്ല, ഇനി എന്തെങ്കിലും മോൻ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പണ്ടേ പൊരുത്തപ്പെട്ട് തന്നു എന്ന് ആ ടീച്ചർ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിനൊക്കെ വലിയ ലാഭമുണ്ടായി എന്ന് നേരിട്ടൊരു അനുഭവം ഒരാൾ പറഞ്ഞതാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ച അധ്യാപകരാവട്ടെ, സ്കൂളിൽ പഠിപ്പിച്ചവരാവട്ടെ, മദ്രസയിൽ പഠിപ്പിച്ചവരാവട്ടെ, ഉസ്താദുമാർ, അധ്യാപകർ, അവരോടൊക്കെ മാന്യമായിട്ടായിരിക്കണം പെരുമാറേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച വസ്തുക്കൾ ഒരുപാടുണ്ടല്ലോ അല്ലേ. തൊപ്പി അത് അള്ളാഹു ആദരിച്ചതാണ്. ഈ തലവെക്കുന്ന തൊപ്പി ഉണ്ടല്ലോ അത് അള്ളാഹു ആദരിച്ചതാണ്. തസ്ബിമാല ചിലവ് വലിച്ച് തസ്ബിമാല വെച്ച് എറിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. മുസല്ല അതെന്താണ്? അത് നിസ്കരിക്കുന്ന ഒരു വസ്തുവാണല്ലോ, അതുകൊണ്ട് അതിനൊരു ആദരവ് കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. അവർ നിസ്കാര കുപ്പായം സ്ത്രീകൾ അതെന്താണ്? മറ്റു വസ്ത്രങ്ങളെ പോലെയല്ല, അതിനൊരു ആദരവും ബഹുമാനവും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾക്ക് നിസ്കാരം നോമ്പ് എല്ലാം ഉണ്ട്. പക്ഷേ ചില ആളുകൾ അള്ളാഹു ആദരിച്ചതിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രൂപത്തിൽ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട വസ്തുവിനെ ആദരിക്കാതെ ബഹുമാനിക്കാതെ അവൻ്റെ ജീവിതം വിജയിക്കില്ല, അത് പരാജയത്തിലാകും എന്ന് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതായത് നമ്മുടെ ഈമാൻ ഉറക്കാനും നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്യുക എന്നതാണ്. ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദെ ഞാൻ നിങ്ങളുടെ ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാ, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ദിക്ർ പറഞ്ഞാലും അതൊക്കെ ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങൾ ആ എഴുതി വെച്ച ഡയറിയിൽ ഏതെങ്കിലും ഒരു ദിക്ർ കാണാതെ പഠിച്ചത് ജീവിതത്തിൽ ചെയ്യാറുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യാറില്ല. നിങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഒരു ആവേശം, എന്നിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ഉറങ്ങുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദിക്ർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, പക്ഷെ അതൊന്നും പറയാറില്ല. ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു ദിക്ർ നമ്മൾ പഠിച്ചിട്ട് അത് നിത്യമായി പറഞ്ഞാൽ അതാണ് നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും വേണ്ടത്. എന്ന് വെച്ച് എഴുതി വെക്കണ്ടെന്നൊന്നുമല്ല. ഇവിടെ പറയുന്ന ദിക്റും സ്വലാത്തൊക്കെ എഴുതി വെച്ചാൽ വലിയ ഖൈറാണ്. പക്ഷേ എഴുതി വെക്കുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ദിക്ർ നമ്മൾ നിത്യമായി ജീവിതത്തിൽ കൊണ്ടുപോയാൽ അതെന്താണ്? വലിയ ശ്രേഷ്ഠതയാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളൊക്കെ പല സൂറത്തിൻ്റെയും ശ്രേഷ്ഠത, സൂറത്ത് തബാറക്ക, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, ഇതിൻ്റെയൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്കറിയാം. പക്ഷേ അറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതൊന്നും നിത്യമായി കൊണ്ടുപോവാറില്ല. അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി മുതൽ ഇൻഷാ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പഠിക്കുന്നതിനനുസരിച്ച് അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഖബറിൽ ആ പഠിച്ച ഇൽമ് നമുക്ക് കൂട്ടായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ കാര്യം പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക. രണ്ടാമത്, പഠിച്ചതിനനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുക. അപ്പോൾ പരിശുദ്ധമായ ഖുർആനൊക്കെ നമ്മുടെ വീട്ടിൽ പഴയതുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കുക. ഇനി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ തോന്നുക, ഇപ്പോൾ ഈ മദ്രസയിൽ നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഖുർആൻ ഉണ്ടാവുമല്ലോ, കീറി പറഞ്ഞതാണെങ്കിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ വൃത്തിയോടുകൂടി അതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് അതിലെന്തെങ്കിലും സുഗന്ധമൊക്കെ പൂശിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് സൂക്ഷിച്ച് വെക്കുക. പിന്നെ വളരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതെന്ത് ചെയ്യുക? അതൊരു വൃത്തിയായ സ്ഥലത്ത് അതെടുത്ത് വെച്ച് കരിച്ചിട്ട് അതിൻ്റെ ചാരം വൃത്തിയുള്ള ഒരു വെള്ളത്തിൽ, പുഴയിലോ കടലിലോ ഒക്കെ ഒഴുക്കി വിടുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.